പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ബലിയർപ്പണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നത്തെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പുതിയ പ്രഭാതം പോലെ തന്നെ നമുക്ക് ഒരു പുതിയ വർഷവും ലഭിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് വെൽ ബിഗൺ ഹാഫ് ഡൺ. നന്നായിട്ട് ആരംഭിച്ചതാണെങ്കിൽ പകുതി പൂർത്തിയായി എന്നുള്ളത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഈ ദിവസം ഏറ്റവും മനോഹരമായിട്ട് തുടങ്ങുവാൻ, അത് ഇന്നത്തെ ബലിയർപ്പണം ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലേക്ക് നമുക്ക് ഒരു ഗാനം ആലപിച്ച് ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായ ആത്മാവിൻ പൂജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. ജീവന്റെ അപ്പമായ ആത്മാവിൻ പൂജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്ക് കൊണ്ടുവരാം. ത്രിത്വൈക ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മോട് കൂടെയായിരുന്ന് ഇവിടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന, ഇവിടെ സ്തുതികളും ആരാധനകളും സ്വീകരിക്കുന്ന സമയമാണ്. വിശുദ്ധ ബലിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഓരോ ബലിയർപ്പണത്തിനും പ്രത്യേകമാം വിധം നമ്മൾ ഒരുങ്ങും. എത്രയോ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഓരോ ബലിയർപ്പണത്തിനും കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ വിശുദ്ധരുണ്ട്. ഒരേ ദിവസം ഒന്നിലേറെ ബലിയർപ്പണം വന്നെങ്കിൽ ഓരോ ബലിയർപ്പണത്തിനും മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ വിശുദ്ധർ. നമുക്കതുകൊണ്ട് ഇന്നത്തെ ബലിയർപ്പണം അനുഗ്രഹപ്രദമാകുവാൻ നാം പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതുണ്ട്. ദിവ്യകാരുണ്യത്തിലേക്ക് അല്പസമയം നോക്കിയിരിക്കുക. ദിവ്യകാരുണ്യനാഥനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം, ഹൃദയം കൊണ്ട് വിളിക്കാം. നമ്മുടെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഇതിന് വലിയ ഒരു ഉദാഹരണമാണ് ഹന്ന. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ, വേദനകൾ മനസ്സിലുണ്ടായിരുന്നൊരു വ്യക്തി. സന്താനഭാഗ്യം ലഭിക്കാഞ്ഞതിൻ്റെ നൊമ്പരം, അതുപോലെ തന്നെ അപമാനം ഒക്കെ സഹിച്ച ഒരു വ്യക്തി. പക്ഷെ അവൾ ദേവാലയത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അവളുടെ ഹൃദയവികാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. ഏറ്റവും നല്ല പ്രാർത്ഥന, ഹൃദയവികാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. ഇതിനു പകരം ഒരുപാട് വ്യക്തികളുടെ അടുത്തേക്ക് ചെന്ന് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നമ്മൾ പരാതി, പരിഭവം, വഴക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാലും പ്രശ്നങ്ങൾ തീരണമെന്നില്ല. പകരം ഹന്നായെപ്പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന്
ഹൃദയവികാരങ്ങൾ ഇറക്കി വയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ മുഖം പ്രസന്നമാകും. നമ്മുടെ ഹൃദയത്തിന്, മനസ്സിന് സ്വസ്ഥത, ശാന്തത, സമാധാനം കൈവരും. നമുക്ക് ആ ബോധ്യത്തോടെ അല്പസമയം ഈശോയിലേക്ക് നോക്കാം. മറ്റാരും നമ്മെ മനസ്സിലാക്കാത്തപ്പോഴും നമ്മെ മനസ്സിലാക്കുന്ന ദൈവം, മറ്റുള്ളവർ നമ്മെ ഉപേക്ഷിക്കുമ്പോഴും ഉപേക്ഷിക്കാത്ത ദൈവം, മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോഴും ആ വേദനകൾ ഒപ്പിയെടുക്കുന്ന നമ്മുടെ ദൈവം. കർത്താവേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ പരിശുദ്ധമായ ബലിക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഈശോയിലേക്ക് നോക്കിയിരിക്കുക. നിങ്ങളുടെയും ഹൃദയവികാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ബലി യഥായോഗ്യം ഒരുങ്ങി അർപ്പിക്കേണ്ടതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സ് കടത്തിക്കൊണ്ട് പോകാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വചനഭാഗം നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. വിലാപങ്ങൾ 3-ാം അധ്യായം 15 മുതലുള്ള വചനഭാഗം. അവിടുന്ന് എന്നെ കയ്പ് കൊണ്ട് നിറച്ചു, അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്ത് പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിട വരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പൊയ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതുതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിവിടെ കേട്ടത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങൾ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അതെല്ലാം ഈശോയുടെ മുമ്പിൽ നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകൾ, നൊമ്പരങ്ങൾ, അതിൽ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകരുത്. ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അസ്തമിക്കാത്തതാണ്. ഓരോ പ്രഭാതത്തിലും ആ സ്നേഹം പുതുതാണ്. ഈ ഒരു തിരിച്ചറിവ് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മെ സഹായിക്കും. അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ചെറിയൊരു ഗാനത്തിലൂടെ നമ്മളിപ്പോൾ ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം.
എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈപിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നു മൊഴിഞ്ഞു. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈപിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നു മൊഴിഞ്ഞു. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. 2022 എന്ന പുതിയ വർഷം ആരംഭിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, കഴിഞ്ഞുപോയ വർഷത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. സങ്കീർത്തനം 103 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ സ്തുതിക്കുക, അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. ഒരുപക്ഷേ 2021 കൈപ്പേറിയ പല ഓർമ്മകളും നമ്മുടെ മനസ്സിലുണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുണ്ടാകാം. അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറുവശം നമുക്ക് ചിന്തിക്കാം, ദൈവം ചെയ്ത ഒരുപാട് നന്മകൾ. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. അവയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷം പ്രാർത്ഥനാപൂർവം ജീവിക്കുവാൻ, ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിക്കുവാൻ, ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം, നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് കർത്താവിനെ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആ നാമത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. വിശുദ്ധ കുർബാനയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഞങ്ങളെ കർത്താവെ അവിടുത്തെ സാന്നിധ്യം നിറച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹം നിറച്ച് അനുഗ്രഹിക്കണമേ. ജ്വലിക്കുന്ന ഹൃദയത്തോടെ, ജ്വലിക്കുന്ന മനസ്സോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അല്പസമയം നിശബ്ദതയിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. 2021 കർത്താവ് ചെയ്ത ഒരുപാട് നന്മകൾ, ഉപകാരങ്ങൾ, നേട്ടങ്ങൾ, അതെല്ലാം തിരിച്ചറിഞ്ഞ് അവയ്ക്ക് നന്ദി പറയാം. ഈ പുതിയ വർഷത്തിലേക്ക് നമ്മളെ നയിച്ച ഈശോയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രഭാഷകൻ 14-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ, പ്രഭാഷകൻ 14:14 പറയുന്നത്, ഇന്നിൻ്റെ സന്തോഷം നീ നഷ്ടമാക്കരുത്. ഇന്നിൻ്റെ സന്തോഷം നീ നഷ്ടമാക്കരുത്. നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക് വരിക. നമ്മുടെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, മനോഭാവം കൊണ്ട്, എല്ലാ വിധത്തിലും 2021 നിന്ന് 2022 നമ്മൾ വരണം. അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 2021 നമുക്ക് ലഭിച്ച ദ്രോഹങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളും മറക്കുക എന്നുള്ളത്. ഉപകാരങ്ങൾ സ്വീകരിച്ചവരാണ് അത് ഓർത്തിരുന്ന് കൃതജ്ഞതയുള്ളവരായിരിക്കേണ്ടത്. ചെയ്തവർ അത് മറക്കുക. അത് നമുക്ക് ഒരുപാട്
അഭിഷേകം നൽകുന്ന കാര്യമാണ്. അതിന് നമ്മുടെ മനസ്സ് വളരണം, മനോഭാവം വളരണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ട് അത് മുഴുവൻ സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മീയത എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കർത്താവേ, ഈ ഒരു തിരിച്ചറിവ് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക് വരുന്നതിന്, ഇന്ന് അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെയിൽ കെട്ടിയിട്ടതുപോലെ കിടക്കുക. ഇന്നലെയുടെ ഓർമ്മകൾ അത് നമ്മളെ വിട്ടുമാറാതെ കിടക്കുക. അത് കൂടെ കൂടെ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ളവർ ഇന്നലെയിൽ കെട്ടിയിട്ട് പോലെ കിടക്കുന്നവരാണ്. അതിനൊരു മാറ്റം വരണം. ഇന്നലെയായിട്ട് കാണണം. അല്ല എങ്കിൽ നമ്മുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കും. ഇന്നലകളുടെ ഓർമ്മകൾ നമ്മെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാളെയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകരുത്. കർത്താവ് തന്നെ പഠിപ്പിച്ചൊരു കാര്യം, മത്തായി 6:25 മുതലുള്ള വചനം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6:25 മുതൽ ദൈവപരിപാലനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നൊരു വചനഭാഗമാണ്. അതിൻ്റെ കാതലായ സന്ദേശം, ദൈവത്തെ അറിയാത്തവരാണ് ഒരുപാട് ആകുലപ്പെട്ട് ജീവിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞവർക്ക് അപ്രകാരം ആകുലപ്പെടേണ്ട ആവശ്യം വരില്ല. ആ ഒരു ബോധ്യത്തോടെ ഈശോയുടെ പക്കലേക്ക് നമുക്ക് തിരിയാം. കർത്താവെ, ഉത്കണ്ഠാകുലരാകാതെ അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പുതുവർഷം ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകം സമർപ്പിക്കാം. ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഏത് സംരംഭവും വിജയം കാണും. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ സംരംഭങ്ങളെ കർത്താവ് വിജയിപ്പിക്കും. അതുകൊണ്ടാണ് 1 സാമുവേൽ 18:14 നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് കൂടെ പോയി, അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുകയും ചെയ്തു. അതുപോലൊരു വിജയം നമുക്കും കൊതിക്കാം. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിനെ കൂടെ കൊണ്ടുപോകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് നാം ചെയ്യേണ്ടത് വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, കൗദാശിക ജീവിതം നയിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ്, ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ ആ ബലിയിലൂടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പുതുവർഷത്തിൽ പരിശുദ്ധമായ ബലിയർപ്പണത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നമുക്ക് ഏതാനും വിശുദ്ധർ അവരുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. വിശുദ്ധ തർസീസ്യൂസ്, ദിവ്യകാരുണ്യത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ തർസീസ്യൂസ്. നമ്മൾ കാണുന്നുണ്ട്, ദിവ്യകാരുണ്യമായി പോയ സമയത്ത് തർസീസിനെ, ഈ വിശുദ്ധനെ സമൂഹദ്രോഹികൾ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ദിവ്യകാരുണ്യം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവരത് ചോദിച്ചത് ദിവ്യകാരുണ്യത്തെ അവഹേളിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പം അതുകൊണ്ട് അദ്ദേഹം കൊടുക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ കൊടുത്ത് തൻ്റെ ദൈവം അവഹേളിക്കപ്പെടുന്നതിനേക്കാൾ മരണം ഏറ്റെടുക്കാനാണ് ഈ വിശുദ്ധൻ ഇഷ്ടപ്പെട്ടത്. വിശുദ്ധ കുർബാനയുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ തർസീസ്യൂസ്. അദ്ദേഹത്തിനുണ്ടായിരുന്നത് പോലൊരു സ്നേഹം വിശുദ്ധ കുർബാനയോട് നമുക്കുണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഇമൽഡ ഒറ്റ കുർബാന സ്വീകരണമേ നടത്തിയുള്ളൂ. പക്ഷേ ആ വിശുദ്ധ കുർബാനയോട്, കുർബാന സ്വീകരണത്തോട് അതീവ ദാഹവും സ്നേഹവും തീഷ്ണതയും ഉണ്ടായിരുന്ന വ്യക്തിയാണ്.
ഒറ്റ കുർബാന സ്വീകരണത്തിലൂടെ അവളൊരു ആത്മീയ നിർവൃതിയിലേക്ക് പോവുകയും അതിൽ നിന്ന് പിന്നെ എഴുന്നേറ്റില്ല. അവളുടെ ശരീരം അഴുകാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. വാഴ്ത്തപ്പെട്ട ഇമൽഡ, ഈ വിശുദ്ധയ്ക്കുണ്ടായിരുന്നത് പോലെ ഒരു സ്നേഹം നമുക്ക് വിശുദ്ധ കുർബാനയോട് ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ് ഒരു കുർബാന സ്വീകരണം നടത്തിയാൽ അടുത്ത കുർബാന സ്വീകരണം വരെ ഇതിനു മുമ്പ് സ്വീകരിച്ച കുർബാന അലിയാതെ വായിലിരിക്കുമായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സക്രാരി പോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. നമുക്ക് ഏതാനും നിമിഷങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരെക്കാൾ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച പരിശുദ്ധ അമ്മ, യേശുക്രിസ്തുവിനെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച പരിശുദ്ധ അമ്മ, അമ്മയോട് ചേർന്ന് ചെറിയൊരു ഗാനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു ഒരുക്കമായിട്ട് മാറുകയും ചെയ്യട്ടെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ഈശോയുടെ തിരുഹൃദയത്തോട് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധ കുർബാനയ്ക്കായുള്ള ഈ ഒരുക്കത്തിൽ പങ്കെടുത്ത ഇവരെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് അറിയുന്നവനാണ്, നിറവേറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ സ്നേഹത്തോടെ ദാഹത്തോടെ ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ, അതിലൂടെ ഇവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അങ്ങ് ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അഭിഷേകം ചെയ്യുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,